ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുകയും അങ്ങനെ നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളെ ഭരിക്കേണ്ട പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും എം പിമാരെയും ഒക്കെ തെരഞ്ഞെടുത്തത് എന്ന് പറയുന്ന വിശ്വാസത്തിലിരിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പും നമ്മുടെ ഭരണഘടനയുടെ നിലനിൽപ്പും ഒക്കെ തന്നെ ആ ഒരൊറ്റ കാര്യത്തിലാണ്. കാരണം ഓരോരുത്തർക്കും വോട്ട് ചെയ്യാനും അവൻ്റെ ഭരണാധികാരികളെ തീരുമാനിക്കാനുമുള്ള അവകാശമുണ്ട് എന്ന് വിചാരിക്കുന്നിടത്ത് ഇത് പലപ്പോഴും പൊളിഞ്ഞു പോകുമെന്നും ഇന്ത്യ ഇത്തരത്തിലൊരു ജനാധിപത്യ രാജ്യമായി അധികകാലം നിലനിൽക്കില്ലെന്നൊക്കെ പറഞ്ഞ ന്യൂയോർക്ക് ടൈംസിൻ്റെയും വാഷിങ്ടൺ പോസ്റ്റിൻ്റെയും ഒക്കെ പല റിപ്പോർട്ടുകൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം വന്നിരുന്നെങ്കിൽ പോലും 79ാമത്തെ കൊല്ലവും നമ്മൾ അത്ഭുതകരമായി ജനാധിപത്യം പുലരുന്ന രാവുകൾ കണി കണ്ട് എഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ 7-ാം തീയതി ഇടുത്തി പോലെ നമ്മളുടെ മുമ്പിലേക്ക് ഒരു പത്രസമ്മേളനം വരുന്നത്. അത് ലോക്സഭയിലെ ഒപ്പോസിഷൻ ലീഡറായിട്ടുള്ള രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ നടത്തിയ പത്രസമ്മേളനമായിരുന്നു. ആ പത്രസമ്മേളനം വെറുതെ നടത്തിയൊരു പത്രസമ്മേളനമല്ല, 6 മാസത്തെ വലിയ എഫേർട്ടിന് ശേഷം നടത്തിയൊരു പത്രസമ്മേളനമാണ്. ആ പത്രസമ്മേളനം കേട്ട് നമ്മളെല്ലാവരും ഇന്ത്യക്കാരായിട്ടുള്ള ഭാരതീയരായിട്ടുള്ള ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. കാരണം യഥാർത്ഥത്തിൽ പാകിസ്ഥാനോ ചൈനയോ നമ്മൾ ചെയ്തതിനേക്കാൾ വലിയ ആക്രമണമാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നടക്കുന്നത് എന്ന് പറയുന്ന അത്ഭുതകരമായിട്ടുള്ള ഈ പറഞ്ഞ വേദനകളിലേക്കാണ് ആളുകൾ കടന്നുപോയത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ഇന്ത്യയിലെ 540-ലധികം വരുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരൊറ്റ മണ്ഡലമാണ് ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്നത്. ആ ബാംഗ്ലൂർ സെൻട്രലിൻ്റെ അകത്തുള്ള ഒരേ ഒരു 8 കോൺസ്റ്റിറ്റ്യുവൻസികളുണ്ട്, 8 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതിലൊരെണ്ണം മാത്രമാണ് മഹാദേവപുര എന്ന് പറയുന്നത്. ആ മഹാദേവപുരയിലെ 6,50,000 വോട്ടുകളിൽ 1,250,000 വോട്ടുകൾ ബോഗസായി ചേർത്തതാണെന്നും അവിടെ കള്ള വോട്ട് ചെയ്തുവെന്നും എന്ന് പറഞ്ഞാൽ ഓരോ ജനത്തിൻ്റെയും ഞാനും നിങ്ങളൊക്കെ ചെന്ന് വോട്ട് ചെയ്യുന്നത് വെറുതെയാണെന്നും അതിനുമപ്പുറത്തുള്ള ചില കൃത്രിമങ്ങളിലൂടെ അവിടെ പലരെയും ജയിപ്പിച്ചെടുക്കുകയായിരുന്നു എന്നും പറയുന്ന ഒരു കാര്യം ഞെട്ടലോടുകൂടിയാണ് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഭാരതത്തെ സ്നേഹിക്കുന്ന എല്ലാവരും കേട്ടത്. പക്ഷെ അപ്പോഴും നമ്മൾ ആശ്വസിച്ചിരുന്ന ഒരു കാര്യം, ഇതിന് മറുപടിയുമായി നമ്മുടെ വിഖ്യാതമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വരുമെന്നും അവർ അത്രയും വലിയ സംവിധാനമാണെന്നും ലോകത്തിലേതാണ്ട് 100 കോടി ആളുകൾക്ക് താഴെയുള്ള ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കുന്ന അതിഗംഭീരമായ ഇലക്ഷൻ പ്രോസസ്സൊക്കെ തന്നെ ഒട്ടും ബയസ്ഡ് അല്ലാതെ നടത്തുന്ന ഒരു പ്രസ്ഥാനം നമുക്കുണ്ടെന്നുമൊക്കെയുള്ള വിശ്വാസത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വരെ കാത്തിരുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷം 10 രാവും പകലും കടന്നുപോയി, 240 മണിക്കൂറുകൾ കടന്നുപോയതിനു ശേഷം ഒരു പത്രസമ്മേളനം നാം കണ്ടു. പക്ഷെ പറയാതെ വയ്യ, യഥാർത്ഥത്തിൽ ആ പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ താക്കോൽ, നമ്മുടെ എല്ലാ വോട്ടുകളുടെ താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ കള്ളന്മാരെയാണെന്ന് നമുക്ക് തോന്നിയത്. അപ്പോഴാണ് നമുക്ക് തോന്നിയത് വോട്ടുകളുടെ കാവൽക്കാരൻ കള്ളന് കഞ്ഞിവെക്കുന്നവനാണെന്ന് തോന്നിയത്. ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരൻ കള്ളനാണെന്ന് നമ്മൾ കുറക്കെ വിളിച്ചു പറയേണ്ട സമയമായിരിക്കുന്നു. കാരണം രാഹുൽ ഗാന്ധിയോ യോഗേന്ദ്ര യാദവോ അടക്കം ഇന്ത്യയിലെ നിരവധി ആളുകൾ, ഏറ്റവും പോട്ടെ അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന ഗവൺമെൻറ് പ്രതിനിധിയായിട്ടുള്ള BJPയുടെ പ്രതിനിധിയായിട്ടുള്ള ആൾ ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് പോലും ഒരെണ്ണത്തിന് പോലും മറുപടി പറയാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല 10 ദിവസം ഇരുന്ന് ഹോംവർക്ക് ചെയ്തിട്ടും അതീവ ദുർബലമായിട്ടുള്ള വാദങ്ങളുമായാണ് അവർ എത്തിയത് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് മുഴുവൻ ഏതാണ്ട് മനസ്സിലായിരിക്കുന്നു. കാരണം ഇതൊന്നും സുതാര്യമായിട്ടല്ല നടക്കുന്നതെന്നും ഒളിച്ചു വെക്കാൻ നിങ്ങൾ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഏറെ ഉണ്ടെന്നും നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ പിണിയാളുകളായി മാറിയിരിക്കുന്നുവെന്നും നിങ്ങൾ ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കടിക്കാൻ കൊള്ളാത്ത പക്ഷെ അവർക്ക് വേണ്ടി കുരക്കാൻ മാത്രം വഴിയാവുന്ന പട്ടികളായി മാറിയിരിക്കുന്നുവെന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയുന്നു. ഈ സത്യം ഞാൻ തിരിച്ചറിയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട്. എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പട്ടിയെ ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യുന്നു, എൻ്റെ അമ്മാവന് ഗിഫ്റ്റായ ഒരാളുകൾ കൊടുക്കുന്നു. ആ പട്ടിയുടെ പേര് ടോമി എന്നാണ്. ആ ടോമി എന്ന് പറയുന്ന പട്ടി ഞാനവിടെ ചെല്ലുമ്പോൾ, ഞാൻ ചെല്ലുമ്പോൾ ആ പട്ടി വലിയ രീതിയിൽ കുറച്ചപ്പോൾ എൻ്റെ അമ്മൂമ്മ ആ പട്ടിയെ വലിയ തോതിൽ വഴക്ക് പറഞ്ഞു. കാരണം അമ്മൂമ്മയുടെ മകളുടെ മകൻ വരുമ്പോൾ പട്ടി കുറച്ചതും ഞാൻ അത് കണ്ട് ഭയന്നതുമൊക്കെ അമ്മൂമ്മക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അമ്മൂമ്മ വഴക്ക് പറഞ്ഞതിന് ശേഷം പിന്നീട് ആ ഒരു പട്ടി എന്ന് പറയുന്ന ടോമി ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, കുറച്ചിട്ടില്ല. അത്തരത്തിൽ ഒരിക്കലും ഈ പറയുന്ന പോലെ സ്വന്തം മുതലാളിക്കെതിരെ ഒന്നും പറയാത്ത വായടച്ച് മിണ്ടാതെ നിൽക്കുന്ന ടോമിമാരായി മാറിയിട്ടുള്ള ചില ഇലക്ഷൻ കമ്മീഷണർമാർ മാറിയോ എന്ന് പറയുന്ന സംശയം ബലപ്പെടുന്ന ഒരു പത്രസമ്മേളനമാണ് ഞാൻ കണ്ടത്. ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 1.5 മണിക്കൂർ എടുത്തൊരു പത്രസമ്മേളനം ഞാൻ കണ്ടു. ഞാനത് 2-3 തവണ കണ്ടു തീർത്തപ്പോൾ അതിൽ നിരവധി ചോദ്യങ്ങൾ അവർ ചോദിച്ചിരുന്നു. അതായത് പത്രക്കാർ എഴുന്നേറ്റ് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രശസ്തമായ ചോദ്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. അതിലേറ്റവും പ്രശസ്തമായൊരു ചോദ്യം, ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ലേഖിക എഴുന്നേറ്റ് നിന്ന് ചോദിച്ചൊരു കാര്യം, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏറ്റവും ആദ്യം കരട് വോട്ടർ പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ
അത് മെഷീൻ റീഡബിൾ ആയിരുന്നു. നിങ്ങൾ ആലോചിക്കണം, അത് മെഷീൻ റീഡബിൾ ആയിരുന്നു. അതിൽ കുറെ കൂടി കൃത്യമായിട്ടുള്ള ഫോട്ടോകൾ ഉണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയതിനു ശേഷം അത് മെഷീൻ റീഡബിൾ അല്ലാതായി മാറുകയും പിന്നീട് നിങ്ങൾ അറിയേണ്ടത് അതിലുള്ള ഫോട്ടോകളൊക്കെ തന്നെ ബ്ലർഡ് ആകുകയും ചെയ്തത് എന്തുകൊണ്ടാണ്, നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് എന്ന് ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചു. ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞില്ല. കാരണം ഓരോ ചോദ്യത്തിനുമായിട്ടല്ല ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മറുപടി പറഞ്ഞത്. പകരം 5 ചോദ്യങ്ങൾ ഒരുമിച്ച് ചോദിക്കുകയും അതിൽ നിന്ന് സെലക്റ്റീവായി അവർക്ക് ഇഷ്ടപ്പെടുന്ന തോന്നിയ മറുപടികൾ പറയുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ളൊരു പത്രസമ്മേളനമാണ് കണ്ടത്. ആ പത്രസമ്മേളനമാണ് നമ്മളെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തെക്കാൾ നമ്മളെ ഭയപ്പെടുത്തുന്നതും ഭയപ്പെടുത്തേണ്ടതും. അടുത്തത് പ്രശാന്ത് രഘുവംശം എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ ഡൽഹി ബ്യൂറോ ചീഫ്, അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ഇന്ത്യയിലെ നിരവധി മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് കേരള. നിങ്ങളൊരു അന്വേഷണം നടത്തുമോ എന്ന് ചോദിച്ചു. അത്തരത്തിൽ അന്വേഷണം നടത്തുമോ എന്ന ചോദ്യത്തിനും മറുപടി ഉണ്ടായില്ല. പിന്നീട് ചോദിച്ചൊരു ചോദ്യം, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ബീഹാറിൽ നടത്തപ്പെടുന്ന റിവിഷൻ, അവിടെ വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണി നിൽക്കുമ്പോൾ, മഴയുടെ ഭീഷണി നിൽക്കുമ്പോൾ ഇത്ര അടിയന്തരമായി തിരക്കിട്ട് ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തുന്നത് എന്താണെന്ന് ചോദിച്ചു. അതിന് മറുപടി ഉണ്ടായില്ല. ആ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വഴി നിങ്ങൾ 64 ലക്ഷത്തോളം പേരെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. ആ ഒഴിവാക്കിയവരുടെ പേരുകൾ പറയാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി പുറത്തുവിടണം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ലിസ്റ്റ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ പുറത്തുവിടാത്തത് എന്ന് ചോദിച്ചു. അതിനും മറുപടി ഉണ്ടായില്ല. ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ കൊണ്ട് ഉരുകി ഒലിച്ച് മറുപടി പറയാൻ കഷ്ടപ്പെട്ടുന്ന 10 ദിവസത്തെ റിഹേഴ്സൽ എടുത്തിട്ടും വലിയ തോതിലുള്ള സന്നാഹങ്ങൾ ഒരുക്കിയിട്ടും കഷ്ടപ്പെടുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് നമ്മൾ കണ്ടത്. ഇനി മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു. നിങ്ങൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന റിവിഷൻ നടത്തിയിട്ട് അവിടെ എത്ര വിദേശികളെ നിങ്ങൾ കണ്ടെത്തി എന്ന് ചോദിച്ചു. ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല എന്ന് മാത്രമല്ല, കേട്ടാൽ ഈ പറയുന്ന പോലെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന ചില മറുപടികളുമായിട്ടാണ് ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷണർ നമ്മുടെ പത്രസമ്മേളനത്തിന് വന്നിരുന്നത്. ആ മറുപടികൾ എന്താണെന്ന് നിങ്ങൾ കേൾക്കണ്ടേ? കാരണം ഏറ്റവും ശകുൻ റാണി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ 70 വയസ്സ് കഴിഞ്ഞ സ്ത്രീയുടെ അവർ ഒരു ബൂത്തിൽ തന്നെ 3 വോട്ടുകൾ അവർക്കുണ്ടായിരുന്നു. 2 വോട്ടുകൾ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പിന്നീട് മാധ്യമങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ, റിപ്പോർട്ടർ ചാനലൊക്കെ അന്വേഷിച്ചപ്പോൾ 3 വോട്ടുകൾ എന്ന് കണ്ടെത്തി. ആ 3 വോട്ടുകൾ ഉണ്ടായിരുന്നു. അവരെ കുറിച്ച് അന്വേഷിച്ചോ എന്ന് ചോദിച്ചാൽ അന്വേഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പകരം അത്തരത്തിലുള്ള ആളുകളുടെ ഫോട്ടോ രാഹുൽ ഗാന്ധി പറയാതെ പേരും ഡീറ്റെയിൽസും എല്ലാം പുറത്തേക്ക് വിട്ടു. അത് നമ്മുടെ അമ്മമാരെയും അതുപോലെ പെങ്ങൾമാരെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്നതാണെന്നും, അങ്ങനെ അമ്മമാരെയും പെങ്ങൾമാരെയും ഒന്നും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ്, അവരുടെ പ്രൈവസി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ CCTV ഫുട്ടേജുകളും അതുപോലെ വീഡിയോ റെക്കോർഡിങ്ങുകളും ഒക്കെ പുറത്തേക്ക് കൊടുക്കാത്തത് എന്ന് പറയുന്ന വളരെ വിചിത്രമായിട്ടുള്ളൊരു വാദമാണ് കേട്ടത്. ഇവർ സംരക്ഷിക്കുന്നത് ആരുടെ പ്രൈവസിയാണ്? ഇവർ സംരക്ഷിക്കുന്നത് വോട്ട് കച്ചവടം നടത്താൻ വന്ന, വോട്ട് കൊള്ള ചെയ്യുന്ന, കൃത്രിമമായി വോട്ട് ചെയ്യാൻ വരുന്ന അവരെ പിടിച്ച് ജയിലിലിടേണ്ട ആളുകളുടെ പ്രൈവസിയെക്കുറിച്ചാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിങ്ങൾ ദുഃഖിക്കുന്നതെങ്കിൽ, നിങ്ങൾ പകരം 1,280,000 വരുന്ന വോട്ടുകളെക്കുറിച്ചും ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജയം അട്ടിമറിക്കപ്പെടുന്നതിനെക്കുറിച്ചും നിങ്ങൾ ദുഃഖിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ റഫറിയുടെ റോളിലല്ല, പകരം നിങ്ങൾ സെന്റർ ഫോർവേഡ് കളിക്കുന്ന, അല്ലെങ്കിൽ ഭരണകക്ഷിക്ക് നിങ്ങൾ ബോൾ പാസ് ചെയ്ത് കൊടുക്കുന്ന ഒരു കള്ളന്റെ റോളിലാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അത്തരത്തിലുള്ള റോളാണ് ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നത് എന്ന് ഭയം തോന്നുന്ന പരാമർശങ്ങളാണ് ഇതേപോലെ നിരവധി കാര്യങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞൊരു കാര്യം, 000 എന്ന് പറഞ്ഞ് വീട്ടഡ്രസ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് 000 എന്ന് പറഞ്ഞ് വീട്ടഡ്രസ് കൊടുക്കുന്നതിന് അദ്ദേഹം മനോഹരമായൊരു കഥ പറഞ്ഞു. വൈകുന്നേരങ്ങളിൽ എഴുതിയിരുന്ന് കൃത്യമായി ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഒരു കഥയായി എഴുതിയാൽ കണ്ണ് നനയിക്കാൻ പോകുന്ന കഥ. ആ കഥ എന്താണെന്ന് നിങ്ങൾ കേൾക്കണ്ടേ? ആ കഥ ഇതാണ്. ഇന്ത്യ മഹാരാജ്യത്ത് നിരവധി ആളുകൾക്ക് വീടില്ലെന്നും അവർ ടാർപ്പ് ഷെഡ് അടിച്ചു അതുപോലെ ചേരികളിലും മറ്റ് കോളനികളിലും ഒക്കെ താമസിക്കുന്നവരാണെന്നും, അങ്ങനെ താമസിക്കുന്നവർക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഒന്നും നമ്പർ കൊടുത്തിട്ടില്ലെന്നും, അങ്ങനെ നമ്പർ കൊടുക്കാത്തവരെ ഞങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കില്ലെന്നും, അങ്ങനെ ഒഴിവാക്കാത്തത് കൊണ്ടാണ് അവരുടെയൊക്കെ പേര് വീട്ടഡ്രസ്സുകളിൽ എന്ത് ചെയ്തത് 0, 1, 2, 3 ഒക്കെ വന്നത് എന്നും പറഞ്ഞാണ് എത്ര ഈ പറയുന്ന പോലെ എന്താണ് IAS കിട്ടിയ ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന ഒരാൾ എത്ര ദുർബലമായ വാദഗതികളാണ് ഉന്നയിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് ചോദിക്കുമ്പോൾ മറ്റൊരു ചോദ്യം എനിക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയോടുണ്ട്. ആ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയോടുള്ള ചോദ്യം ഇതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. നിങ്ങൾ വളരെ വിശാല മനസ്കരായതുകൊണ്ട്, വീടില്ലാത്തവർക്ക് വോട്ട് ചെയ്യാൻ ആവശ്യമുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വാദത്തിന് ഞാൻ സമ്മതിക്കാം. നിങ്ങൾ സ്ത്രീകളുടെയും അതുപോലെ തന്നെ പെങ്ങന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ ഈ പറഞ്ഞ പോലെ പ്രൈവസി പുറത്തേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ വീഡിയോ റെക്കോർഡിംഗ് ഒന്നും പുറത്തേക്ക് കൊടുക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കാം. പക്ഷെ തിരിച്ചൊരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. ആ ചോദിക്കാനുള്ള കാര്യം ഇതാണ്, നിങ്ങളൊരു ഉത്തരം പറഞ്ഞേ മതിയാകൂ
ഇന്ത്യയുടെ മുമ്പിൽ, ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ നിങ്ങൾ ആ ഉത്തരം പറഞ്ഞേ മതിയാകൂ. കാരണം എങ്ങനെയാണ് ഒരാളുടെ അച്ഛന് ABCD എന്ന് പേര് വരുന്നത്? എങ്ങനെയാണ് ഒരാളുടെ അച്ഛന് XYZ എന്ന് പേര് വരുന്നത്? എങ്ങനെയാണ് ഒരാളുടെ അച്ഛന് MNOPQ എന്ന് പേര് വരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്തരത്തിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത ബേസ്ലെസ് ആയ അങ്ങേയറ്റം ഈ പറയുന്ന പോലെ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള ഒരു പത്രസമ്മേളനമാണ് ഇവർ നടത്തിയത്. കാരണം എനിക്ക് ഓർമ്മ വരുന്നത് പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു രംഗമാണ്. കാരണം ദിലീപ് പറയുന്നു എനിക്ക് ഓംലെറ്റ് വേണം എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തേക്ക്, അവൻ പൊട്ടറാണ്, അവന് മനസ്സിലാവില്ല, അതുകൊണ്ട് ഓംലെറ്റ് ആണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ ജനതയെ അപഹസിക്കുന്ന, കളിയാക്കുന്ന ഒരു പത്രസമ്മേളനമാണ് നിങ്ങൾ നടത്തിയത്. ഇതിനിടയിൽ ചില മാധ്യമ പ്രവർത്തകരെയും ഞങ്ങൾ കണ്ടു. എന്നാണ് സർ അടുത്ത SIR നടത്തുന്നത് എന്ന് ചോദിക്കുന്ന, എന്നാണ് മറ്റെവിടെയെങ്കിലും എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചില ഫ്ലിംസിയായ വളരെ സില്ലി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന പത്രപ്രവർത്തകരെയും ഞങ്ങൾ കണ്ടു. പക്ഷെ ആ കൂട്ടത്തിൽ പറയാതെ വയ്യ, നിരവധി പത്രലേഖകൾ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചെയ്ത ഐഡിയ 5 ചോദ്യങ്ങൾക്ക് ഒരുമിച്ച് മറുപടി പറയുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയാം, ആവശ്യമില്ലാത്തത് പറയാതിരിക്കാം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മിസ്റ്റർ ജ്ഞാനേഷ് കുമാർ, നിങ്ങൾ ചെയ്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി കൊണ്ട് ചെറിയ തോതിൽ ഈ പറഞ്ഞ പോലെ അവരെ ഡിഫെൻഡ് ചെയ്യാൻ നിങ്ങളൊരു ശ്രമം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ നിങ്ങളോട് തുറന്നു തന്നെ പറയട്ടെ, കേരളത്തിൽ നിന്ന് ഒരു ചാനൽ ചർച്ചയിൽ നിന്ന് ഉല്ലാസ് ബാബു എന്ന് പറയുന്ന ഒരാൾ സ്മൃതി പരുത്തിക്കാടെന്ന് പറയുന്ന ബഹുമാന്യായിട്ടുള്ള അവതാരികയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്കെന്താ ഞാൻ പറയുന്നത് കേട്ടൂടെ, ചെവി കേട്ടൂടെ എന്ന് ചോദിച്ച് അപഹസിക്കുന്ന ഒരു കാര്യമുണ്ട്. തൊട്ടടുത്ത ദിവസം അരുൺകുമാറിനോട് ഇതേ ഉല്ലാസ് ബാബു ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു BJPയുടെ പ്രതിനിധി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്ന പോലെ എന്താണ് തെരഞ്ഞെടുപ്പിന് CPM സീറ്റ് ചോദിച്ച് നിൽക്കുന്നവരല്ലേ എന്ന് പറയുന്നുണ്ട്. ഈ ഉത്തരങ്ങൾക്കൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞ ഉത്തരങ്ങളെക്കാൾ കുറച്ചുകൂടി മാന്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉല്ലാസ് ബാബുവിൻ്റെ നിലവാരത്തിനും താഴേക്ക് ഇലക്ഷൻ കമ്മീഷൻ തകർന്നുപോയി എന്നുള്ളതാണ് വസ്തുത. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത്, എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വന്നത് എന്നുള്ളത് കൂടി എൻ്റെ പ്രേക്ഷകർ കൃത്യമായി അറിയണം. കാരണം ഇവരുടെ മുമ്പിൽ ഇതല്ലാതെ വേറെ വഴിയില്ല. നമുക്കൊരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് TN ശേഷൻ എന്നാണ്. ആ TN ശേഷൻ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, അത് സൗണ്ട് വീഡിയോ ബൈറ്റുകളായി ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അവൈലബിൾ ആണ്. ആ ബൈറ്റ് ഇതാണ്: ഞാൻ ഒരിക്കലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗമല്ല, പകരം ഞാൻ ഈ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്, ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഘടനയുടെ ഭാഗമാണെന്നാണ്. ആ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഘടനയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ പഠിച്ച 3 അക്ഷരം എന്ന് പറയുന്ന IAS തികയാതെ വന്നുപോയി മിസ്റ്റർ ജ്ഞാനേഷ് കുമാർ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളിവിടെ കൊച്ചി കോർപ്പറേഷൻ്റെ കമ്മീഷണർ ആയിരുന്നിട്ടുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ എറണാകുളം ജില്ലാ കളക്ടർ ആയിരുന്നിട്ടുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ പാട്ടം ഈ പറഞ്ഞ തീരെഴുതിയും അതുപോലെ തന്നെ നെല്ലളൊന്നും മേടിച്ചതല്ല നിങ്ങളുടെ സിവിൽ സർവീസ് എങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കാതെ പോയി. കാരണം നിങ്ങൾ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ കൂട്ടുനിൽക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ഈ പറഞ്ഞ അടിസ്ഥാന ശിലകളെ ഇളക്കാനാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇതാണ് എനിക്ക് ജ്ഞാനേഷ് കുമാറോട് പറയാനുള്ളത്. പക്ഷേ ഈ ജ്ഞാനേഷ് കുമാർ എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷണർ ആയത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ കൈകൾ എങ്ങനെ കെട്ടപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി നിങ്ങൾക്കറിയാൻ കഴിയൂ. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ ഇലക്ഷനുകളുടെ ചരിത്രം മാറ്റിമറിക്കാനായിട്ട് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടത് എന്ന് നിങ്ങൾക്കറിയാൻ കഴിയൂ. 1991 നിങ്ങൾ അറിയേണ്ടത് ഒരു നിയമമുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിയമിക്കുന്നതിന് വേണ്ടി. ആ നിയമത്തിൻ്റെ പേര് കണ്ടീഷൻസ് ആൻഡ് സർവീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ് ബിസിനസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമാണ്. ആ നിയമം 1991 ഉണ്ടായപ്പോൾ അതിന് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്ന ഒരു കാര്യമുണ്ടായത്, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചുകൊണ്ടിരുന്നത് 3 പേർ ചേർന്നിട്ടാണ്. ആ 3 പേരെന്ന് പറയുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും കൂടാതെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ചേർന്നാണ്. ആ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരാളെ എടുത്തു മാറ്റാൻ BJPക്ക് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? BJPക്കോ ഇലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്കോ പറയാനുണ്ടോ? ഒരു മറുപടിയും പറയാനില്ല. 2023 അവർ ആ നിയമം പുതുക്കുകയും പകരം അതിലേക്ക് ചെറിയൊരു മോശം കാര്യം ചെയ്യുകയും ചെയ്തു. അത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ മാറ്റിക്കൊണ്ട് പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രിയെ കൂടി ആ സമിതിയിലേക്ക് ചേർത്തു. എന്ന് പറഞ്ഞാൽ 2:1 ആയി. ആ 2:1 ആയിക്കൊണ്ടാണ് 2023 ആ അമെൻഡ് ആക്ട് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചെയ്തു. 1991 ആക്ടിൽ നിങ്ങൾ അറിയേണ്ടത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് തുല്യമായിട്ടുള്ള സാലറികളും വേതനവുമാണ്. അതേ ഭരണഘടനാ പരമായിട്ടുള്ള ഈ പറയുന്ന പോലെ റെസ്പെക്റ്റാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് കൊടുത്തിരുന്നതെങ്കിൽ പിന്നീട് അതും അമെൻഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സാലറി പോലും ഒരു ക്യാബിനറ്റ് സെക്രട്ടറിയുടെ പദവിയിലേക്ക് എത്തിച്ചു. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാരനായി അദ്ദേഹം മാറി. ആ ഗവൺമെൻറ് ജീവനക്കാരനായി അദ്ദേഹം മാറി എന്ന് മാത്രമല്ല, ഫെബ്രുവരി 22, 2025 സുപ്രീം കോടതി ഒരു കേസ് കേൾക്കാനിരുന്നു. ആ കേസ് കേൾക്കാനിരുന്നത് ഇത്തരത്തിൽ നടത്തിയിട്ടുള്ള ഒരു അമെൻമെൻറ്റ് കൃത്യമാണോ അല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടൊരു കേസ് വന്നു.
പക്ഷെ ആ കേസ് കേൾക്കാനിരിക്കുമ്പോൾ അതിനേക്കാൾ ഏതാണ്ട് 48-72 മണിക്കൂറുകൾക്ക് മുമ്പ് പെട്ടെന്നൊരു പാതിരാത്രി ഒരു ദിവസം നമ്മുടെ ഈ പറഞ്ഞ പ്രധാനമന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പിന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ചേർന്ന് പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന കേരളത്തിൽ ജോലി ചെയ്യുന്ന IAS ഇലക്ഷൻ കമ്മീഷണറായി മാറുന്നത് എന്ന് നിങ്ങൾ അറിയണം. അതിനു മുമ്പ് അദ്ദേഹം അമിത്ഷായുടെ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു എന്ന് നിങ്ങൾ അറിയണം. അപ്പൊ അത്തരത്തിൽ അന്ന് രാഹുൽ ഗാന്ധി ഒരു വിയോജനക്കുറിപ്പ് പുറത്തേക്ക് വിടുന്നുണ്ട്. അദ്ദേഹം ജനങ്ങളോടായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ പോയി. അതിൻ്റെ കാരണം ഇതാണ്, മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്, പക്ഷേ ഇന്ത്യൻ ജനത അത് ഗൗരവത്തിലെടുത്തില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ പറയുന്ന ഒരു സുപ്രീം കോടതി ഒരു കേസ് പരിഗണിക്കാനിരിക്കുമ്പോൾ അതിന്മേൽ ഇത്ര അടിയന്തിരമായി തിരക്ക് പിടിച്ച് 72 മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു തീരുമാനമെടുക്കുന്നത് എന്തിനാണ്? ഞാൻ അതുകൊണ്ട് അതിനോട് വിയോജിക്കുന്നു. ഈ തെരഞ്ഞെടുക്കപ്പെടുന്നയാൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒരിക്കലും നിഷ്പക്ഷമായി വിലയിരുത്തുന്ന, നിഷ്പക്ഷമായി സ്വന്തം ജോലി ചെയ്യുന്ന ആളായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ആ വിയോജനക്കുറിപ്പ് അവസാനിക്കുന്നത്. പക്ഷെ അന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി. കാരണം അടി കിട്ടുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അതിൻ്റെ വേദനകൾ തിരിച്ചറിയുന്നത് എന്ന് പറയുന്നത് പോലെ അടി കിട്ടിയപ്പോഴാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും എല്ലാം തിരിച്ചറിഞ്ഞത്. ഇതിന് ശേഷം നിങ്ങൾ അറിയേണ്ടത് നിരവധി നിയമങ്ങൾ മാറ്റിയിട്ടുണ്ട്. ആ നിയമങ്ങളിൽ ഒന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, 1961 ഇലക്ഷൻ റൂളിൽ ഭേദഗതി ചെയ്തുകൊണ്ടാണ്, അതിൽ വലിയ തന്ത്രപരമായ ഒരു ഭേദഗതി ചെയ്തുകൊണ്ടാണ്. മറ്റൊരു വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ആ ഭേദഗതി ഇതായിരുന്നു. ആ ഭേദഗതി ചെയ്തുകൊണ്ടാണ് മറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തേക്ക് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. അത്തരത്തിൽ ഓരോ നിയമങ്ങളും വീണ്ടും പല നിയമങ്ങളും ഭേദഗതി ചെയ്തു. ഇത് ഇവരുടെ രീതിയാണ്, ഇവരുടെ ഈ പറയുന്ന പോലെ നാളെ ശീലമാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം. 4 ഈ പറഞ്ഞ പോലെ സെഗ്മെന്റുകളിലെ ഇൻകം ടാക്സ് ആക്ട് അടക്കം മറ്റ് നിരവധി നിയമങ്ങളടക്കം ഭേദഗതി ചെയ്തുകൊണ്ടാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം നടപ്പിലാക്കുകയും ഏതാണ്ട് 3-4 കൊല്ലങ്ങൾ കൊണ്ട് നിങ്ങൾ അറിയേണ്ടത് നിരവധി കോടി, 6000 കോടി രൂപയിലധികം, 6600 കോടി രൂപയിലധികം BJP സമാഹരിക്കുകയും ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് സുപ്രീം കോടതി ആ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുകയും പിന്നെ അതിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വിടണം എന്ന് പറയുകയും ചെയ്തപ്പോൾ ആ വിവരങ്ങൾ പോലും പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലാണ് പുറത്തേക്ക് വിട്ടത് ഇന്ത്യൻ ഭരണകൂടമെന്ന് നിങ്ങൾ മറന്നു പോകരുത്. പക്ഷേ ഇലക്ട്രൽ ബോണ്ടൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം, കാരണം അത് ഇവർ കോടികൾ അടിച്ചു മാറ്റുന്നതിൻ്റെ വലിയ കൊള്ളയാണെന്ന് നമുക്ക് സമാധാനിക്കാം. അതൊക്കെ സംഭവിക്കുമ്പോഴും അതിനേക്കാൾ വലിയ ദുരന്തം വരാനിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ, വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാൻ നമ്മൾ കാവലേൽപ്പിച്ച ആളുകൾ തന്നെ ഈ പറഞ്ഞ പോലെ കള്ളന് കഞ്ഞി വെക്കുന്നവരായാൽ, ആ കള്ളന് കഞ്ഞി വെക്കുന്നവർക്ക് നമ്മൾ വീണ്ടും താക്കോൽ കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഇന്ത്യ മഹാരാജ്യം വന്നാൽ വരാനിരിക്കുന്നത് ഈ പറയുന്ന പോലെ ഇന്ത്യക്ക് തന്നെ ഭീഷണിയാകാൻ പോകുന്ന നാളുകളാണ് എന്നാണ് എനിക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമായിരുന്നു ഇതിന് ഏത് തരത്തിലുള്ള ഒരു ടൈറ്റിൽ കൊടുക്കും, ഒരു തംബ്നെയിൽ കൊടുക്കുമെന്ന്. നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ തംബ്നെയിൽ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഈ പറയുന്ന പോലെ ഇതിൻ്റെ താഴെ എഴുതണം നിങ്ങളുടെ ഭാവനകളിൽ. ഞാൻ പല ചെറിയ തംബ്നെയിലുകളുമൊക്കെ ആലോചിച്ചിരുന്നു. മോഹൻലാലാണ് ഭേദം ജ്ഞാനേഷ് കുമാറിനേക്കാളേറെ എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ കാരണം മോഹൻലാൽ AMMയുടെ പ്രസിഡന്റ് ആയിരുന്നു കൊണ്ടൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ആ മനുഷ്യൻ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു മര്യാദയെങ്കിലും കാണിച്ചു. നിങ്ങൾക്കൊരുപാട് ചോദ്യങ്ങളുണ്ട്, പക്ഷേ എനിക്ക് ഉത്തരമില്ലെന്നെങ്കിലും പറഞ്ഞു. പക്ഷേ ജ്ഞാനേഷ് കുമാർ അങ്ങനെയല്ല ചെയ്തത്. പകരം ഇല്ലാത്ത ഉത്തരങ്ങളുണ്ട് എന്ന് പറയാൻ യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു പൊറാട്ട് നാടകം കളിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കുറ്റസമ്മതം എന്നീ വീഡിയോക്ക് തംബ്നെയിൽ കൊടുക്കണോ, ടൈറ്റിൽ കൊടുക്കണോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ലോക തോൽവിയാണ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കൊടുക്കണോ അതോ തംബ്നെയിൽ കൊടുക്കണോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മെന്റലിസം എന്ന് പറഞ്ഞ് തംബ്നെയിൽ കൊടുക്കണോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടി ഞാൻ തയ്യാറാണ് ഇത്തരം പ്രശ്നങ്ങളുടെ പേരിൽ ഈ പറഞ്ഞ രക്തസാക്ഷിയാകാൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു തംബ്നെയിൽ കൊടുക്കണോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. ജ്ഞാനേഷ് കുമാർ എന്ന ടോണി എന്ന് പറഞ്ഞൊരു തംബ്നെയിൽ കൊടുക്കണോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. ഇതിൻ്റെ തംബ്നെയിൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഞാൻ പക്ഷേ ഏറ്റവും ആപ്റ്റായി കണ്ടൊരു തംബ്നെയിൽ ഇതാണ്, വോട്ടുകളുടെ കാവൽക്കാരൻ കള്ളന് കഞ്ഞി വെക്കുന്നവരാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരൻ കള്ളനാണ് എന്ന് ഉറക്കെ പറയേണ്ട സമയമായിരിക്കുന്നു. പണ്ട് നിങ്ങൾ അറിയേണ്ടത് രാഹുൽ ഗാന്ധി ഇതേ ചോദ്യം ഒരു പ്രൊപ്പഗാണ്ട പുറത്തേക്കിറക്കിയതാണ്. കാരണം കാവൽക്കാരൻ കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കള്ളന് കഞ്ഞി വെക്കുന്നവനാണ് എന്നെങ്കിലും മിനിമം പറയാതെ വയ്യ.